ഡെലിഷ്യസ് റെസിപ്പീസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചെറുപയർ കൊണ്ട് തയ്യാറാക്കിയെടുത്ത ഒരു ദോശയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ദോശയാണിത്. ഇത് ഫെർമെൻ്റ് ആകാനൊന്നും മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് അരച്ചെടുത്ത ഉടനെ തന്നെ നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിവിടെ ഈ പെസറട്ട് തയ്യാറാക്കാനായിട്ട് 1 കപ്പ് ചെറുപയറാണ് എടുക്കുന്നത്. 1 കപ്പെന്ന് പറയുന്നത് 250 ml കപ്പാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് പച്ചരിയാണ് ചേർക്കാനുള്ളത്. ദോശയും ഇഡ്ഡലിയും ഒക്കെ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്ന പച്ചരിയാണ് വേണ്ടത്. ഇപ്പോൾ പച്ചരി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ചോറ് വയ്ക്കുന്നത് പച്ചരി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ചോറ് വയ്ക്കുന്ന കോലം റൈസാണ് ഞാനിപ്പോൾ ഇതിന് വേണ്ടി എടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇത് കഴുകിയെടുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുതിർത്ത് വയ്ക്കണം. ഇത് ഓവർനൈറ്റാണ് ഞാനിവിടെ കുതിർത്ത് വയ്ക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ രാത്രി മുഴുവൻ ഇത് കുതിർത്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 4-5 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത ശേഷം വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ അടുത്ത ദിവസം രാവിലെ ആ കുതിർത്ത് വെച്ചിരുന്ന വെള്ളമൊക്കെ ഒന്ന് മാറ്റിയ ശേഷം ഒരു തവണ കൂടി ഞാൻ ഇത് കഴുകിയെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ചേരുവകൾ കൂടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയുമാണ് ചേർക്കുന്നത്. 5 ഇതൾ കറിവേപ്പിലയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അതിനുശേഷം ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഫെർമെൻ്റ് ആകാനായിട്ടൊന്നും മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത ശേഷം ഉടനെ തന്നെ നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ രാത്രിയിൽ കുറച്ച് ചെറുപയറും പച്ചരിയും ഒന്ന് കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് അത് അരച്ചെടുത്തിട്ട് ഉടനെ തന്നെ ദോശ ചുട്ടെടുക്കാം. ഈ ദോശ ചുട്ടെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. തവ എപ്പോഴും മീഡിയം ഹീറ്റിൽ വേണം വെച്ചിരിക്കാനായിട്ട്. ചൂടൊന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തത്. ഇനി നമുക്ക് കുറച്ച് വീതം മാവ് ഒഴിച്ച് ഇത് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. ഇത് വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു ദോശയാണ്. അപ്പോൾ നല്ല തിന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി മുകൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാനിവിടെ കുറച്ച് എണ്ണയാണ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. നെയ്യ് താല്പര്യമുള്ളവർക്ക് നെയ്യ് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഈ അറ്റമൊക്കെ നല്ലതുപോലെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ദോശ തിരിച്ചിട്ട് കൊടുത്ത ശേഷം കൂടുതൽ സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പാനിൽ നിന്നും എടുത്ത് മാറ്റാം. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ പെസറട്ടു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ആന്ധ്ര സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ചട്നി അവർ ഉപയോഗിക്കാറുണ്ട്. ജിഞ്ചർ ചട്നിയാണത്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ടൊമാറ്റോ ചട്നിയുടെ കൂടെയോ അല്ലെങ്കിൽ തേങ്ങാ ചട്നിയുടെ കൂടെയോ ഒക്കെ ഇത് കഴിക്കാവുന്നതാണ്. പക്ഷേ കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു ചട്നി ആണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവ് ഉപയോഗിച്ചിട്ട് ദോശ ചുട്ടെടുക്കാം. നല്ല തിന്നായിട്ട് തന്നെ ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടുന്നത്. അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ പെസറട്ട് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അളവിൽ ഇൻഗ്രീഡിയൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരു 12 ദോശ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ഹെൽത്തി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു.
റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.